ശലഭ സ്റ്റിച്ചിങ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പലാസ പാൻറ് എങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മീറ്റർ തുണിയാണ്. 2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം തയ്ക്കാനൊക്കെ അറിയാവുന്നവർക്ക് അന്നത്തെ അളവെടുക്കാനായിട്ട് അറിയില്ല, അളവെടുത്ത് എങ്ങനെ അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ ഉള്ളവരെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ കൂടെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇത് ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കണേ. അപ്പോൾ അളവെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കണേ. അപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പം വീട്ടിലെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ പൊരുത്ത ടൈലറിങ് ക്ലാസ്സുകളിൽ പോയി പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ള പലാസ പാൻറിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 മീറ്റർ തുണിയാണ്. അതിനെ ഞാൻ വീതിയിൽ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. വീതിയിൽ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അംബ്രല്ല സ്കേർട്ട് തയ്ച്ചില്ലേ, അംബ്രല്ല സ്കേർട്ട് തയ്ക്കുന്നത് പോലെ തന്നെ ഇതിനെ 2ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഈ കോണിൽ നിന്ന് ഇങ്ങോട്ട് കോണിച്ച് ഇങ്ങനെ മടക്കിയെടുക്കണേ. അംബ്രല്ല സ്കേർട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ള വീഡിയോ, അളവെടുത്ത് എങ്ങനെ കട്ട് ചെയ്ത് തയ്ക്കാന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കാണണേ. ഇനി വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ ടാഗ് ചെയ്തേക്കാവേ. അപ്പോൾ ഇങ്ങനെ കോണിച്ച് ഇങ്ങനെ നമ്മൾ അംബ്രല്ല സ്കേർട്ട് തയ്ക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ മടക്കി ഇടണേ. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ അരവണ്ണം വേണ്ടത് 38 ആണ്. 38നെ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ 9.5 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ഇട്ട് 11 ഇഞ്ചാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 11 ഇഞ്ചാണ്. 10, 11. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഇതുപോലെ അടയാളപ്പെടുത്തുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒരു സൈഡിൽ ഇങ്ങനെ അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഈ അടയാളപ്പെടുത്തിയ എത്ര ഇഞ്ച് ഉണ്ട് എന്ന് നോക്കുക. 14. അതേ 14 തന്നെ ഇപ്പുറത്തും നമ്മൾ അടയാളപ്പെടുത്തുക. അല്ലാതെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ 11 എന്നുള്ള അളവ് നമ്മൾ ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തരുത്. കണ്ടോ, ഇവിടുന്ന് നമ്മൾ അടയാളപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ 11 അടയാളപ്പെടുത്തരുത്. ഇവിടെ ഒരു സൈഡ് 11 അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കി അതേ ഇത് തന്നെ താഴേക്കും വെച്ച് നോക്കി അടയാളപ്പെടുത്തിയതിന് ശേഷം 14 അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാവേ. കണ്ടല്ലോ, എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇനി എനിക്കിവിടെ ഇതിൻ്റെ ഇറക്കം വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കൊരു 27 ഇഞ്ചാണ് എനിക്ക് ഇറക്കം വേണ്ടത്. അപ്പോൾ 27ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 28 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ടേ. അതെങ്ങനെയാണെന്ന് നോക്കാം. 28 ഇഞ്ച് ഇവിടുന്ന് ഈ അടയാളപ്പെടുത്തിയില്ലേ, 11 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയതിൻ്റെ ഈ സൈഡിൽ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് താഴേക്ക് നമ്മൾ 28 അടയാളപ്പെടുത്തുക. അത് ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് നീക്കി അതേ 28 ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ? ശ്രദ്ധിച്ച് നോക്കിക്കോണേ. ഇങ്ങനെ നീക്കി മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വരച്ചു കൊടുക്കാവേ. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ അംബ്രല്ല സ്കേർട്ടിനും ഇതേ മെത്തേഡ് തന്നെ, ഇതേ രീതിയിൽ തന്നെയാണ് അംബ്രല്ല സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത്
ക്രോച്ച് ലെന്താണ്, അതായത് താഴേക്കുള്ള നമുക്ക് ഇറക്കം നമുക്ക് അടയാളപ്പെടുത്തണം. 9.5 ഇഞ്ചാണ് നമ്മുടെ അരവണ്ണം. നമ്മൾ ഹിപ്പിൻ്റെ അളവാണ് എടുക്കേണ്ടത് എപ്പോഴും. അരവണ്ണം എന്ന് പറയുന്നതല്ല, ഹിപ്പിൻ്റെ അളവാണ് എപ്പോഴും നമ്മളൊരു പാൻറ്റിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അതായത് നമ്മൾ പൊക്കിളിൻ്റെ തൊട്ട് താഴെ വശമില്ലേ, അവിടെയാണ് നമ്മൾ അളവ് എടുക്കേണ്ടത്. എപ്പോഴും ഓർത്തോളം ഹിപ്പിൻ്റെ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് താഴേക്ക് അത് എത്ര ക്രോച്ച് ലെന്ത് നമ്മൾ താഴേക്കുള്ള താഴ്ച അടയാളപ്പെടുത്തേണ്ടത് 9.5 ഇഞ്ചല്ലേ ഞാനിവിടെ അടയാളപ്പെടുത്തിയത്. അതിനോട് ഒരു 3.5 ഇഞ്ചും കൂടെ കൂട്ടി ഒരു 13 ഇഞ്ച് 13 ഇഞ്ചാണ് ഞാനിവിടെ താഴേക്ക് അടയാളപ്പെടുത്തുന്നത്. അതായത് ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ച്, വണ്ണവും പൊക്കവും ഒക്കെ അനുസരിച്ചാണ് നമ്മളിത് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ചിലർക്ക് 2.5 ഇഞ്ചോ 3 ഇഞ്ച് മതിയായിരിക്കാം, ചിലർക്ക് 3.5 ഇഞ്ച് വേണം, ചിലർക്ക് 4 ഇഞ്ച് 4 ഇഞ്ച് വരെയൊക്കെ നമുക്ക് അടയാളപ്പെടുത്താം. അത് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വണ്ണവും പൊക്കവും അനുസരിച്ചാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള താഴ്ച ക്രോച്ചിൽ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇത് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടുന്നൊരു നമുക്ക് ഇങ്ങനെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കാവേ. ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് ഈ താഴ്ച നമ്മൾ 13 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3 ഇഞ്ച് നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുന്നുണ്ടേ. അതെന്തിനാന്ന് വെച്ചാൽ എന്നിട്ട് ഈ കോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അതൊന്ന് ഇങ്ങനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ കൈക്കുഴിയൊക്കെ ഇങ്ങനെ അളവെടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാമേ. മനസ്സിലായോ? ഇവിടുന്ന് 13 ഇഞ്ച് ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ ക്രോച്ചിൽ നിന്ന് നമ്മുടെ താഴേക്കുള്ള താഴ്ച 13 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതായത് 9.5 ഇഞ്ചാണ്. നമ്മൾ ഏതാണോ നമ്മുടെ ഹിപ്പളവിൻ്റെ 1/4 കൂടെ ഒരു 3 3.5 ഒക്കെ ഇഞ്ച് കൂട്ടി താഴേക്ക് അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി അടയാളപ്പെടുത്തിയിട്ട് ഈ മൂലയ്ക്ക് നിന്ന് ഈ അടയാളപ്പെടുത്തിയതിലേക്ക് ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയതിലേക്ക് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൈക്കുഴി നമ്മുടെ അടയാളപ്പെടുത്തുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഒരു പലാസ പാൻറ്റിൻ്റെ അളവെടുത്ത് വരച്ചു കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? എൻ്റെ കൂടെ ഇത് ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഇതുപോലൊരു തുണി എടുത്തിട്ട് ഒന്ന് മടക്കി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കണേ. അപ്പം മനസ്സിലാവും ഇത് ഈസിയാണെന്നുള്ളത്. എന്നിട്ട് ഈ മൂലയ്ക്ക് നിന്ന് നമുക്കിങ്ങനെ ഇങ്ങനെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഷേപ്പിൽ നമുക്ക് നിവർത്തി കൊടുക്കാതെ ഈ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെയാണ് കണ്ടോ. ഇത്രയേ ഉള്ളൂ പലാസോ പാൻറ്റിന് കട്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനൊരു പടി വെച്ച് കൊടുക്കണ്ടേ. അതിനായിട്ട് ഒരു പീസ് എടുക്കാവേ. ഇങ്ങനെ നമ്മൾ 3 ഇഞ്ച് വീതിയിൽ 2 പീസ് വെട്ടിയെടുത്തിട്ടുണ്ടേ. ഇത് 2 പീസിനും ഈ 2 പീസില്ലേ 2 പീസിനും നമുക്കിങ്ങനെ
പടി വെച്ച് കൊടുക്കാനാണ്. കണ്ടോ, ഈ അളവിൻ്റെ അനുസരിച്ചാണ് നമ്മൾ പടി വെട്ടി കൊടുക്കുന്നത്. 2 പീസ് കണ്ടോ. ഇവിടെ വരെ എത്രയാണോ വേണ്ടത് എടുക്കേണ്ടത്. 3 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇവിടെ വരെ ഇങ്ങനെ പടി വയ്ക്കാനായിട്ടുള്ള 2 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു പലോസോ പാൻറ് അളവെടുത്ത് കട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് അളവെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കണേ. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് തന്നെ ഇതുപോലെ പലോസോ പാൻറ്റൊക്കെ തയ്ച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഇതൊന്ന് നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് എന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാവേ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, മനസ്സിലായെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.